ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂകാസ്റ്റ് കേരള. കൂടുതൽ ഇൻട്രൊഡക്ഷനിലേക്ക് ഒന്നും പോകുന്നില്ല. ബോസയുടെ ഒക്ടോബർ ബാച്ചിലേക്കുള്ള അസൈൻമെന്റ്സിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, എക്സാമിന്റെയും വന്നിട്ടുണ്ട്. എക്സാമിന്റെ കാര്യം നമ്മൾ അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് അസൈൻമെന്റിനെ കുറിച്ച് സംസാരിക്കാം. ഈ വീഡിയോ ചെയ്യാൻ കാരണം അസൈൻമെന്റ്സിൽ കുറച്ച് അപ്ഡേഷനും മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഈ ഒക്ടോബർ 1 മുതൽ 10 വരെയാണ് അസൈൻമെന്റ്, അതായത് രജിസ്ട്രേഷൻ ചെയ്ത എല്ലാ സ്റ്റുഡൻസും ഈ ഒക്ടോബർ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്കുള്ളിൽ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. മുമ്പത്തെ രീതിയിൽ നമ്മൾ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്തത് A4 ഷീറ്റിൽ എഴുതി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് A4 ഷീറ്റിൽ എഴുതി നമ്മൾ PDF ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് അവരവരുടെ പോർട്ടൽ, സ്റ്റുഡൻസ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്ന രീതിയായിരുന്നു. പക്ഷെ ഈ തവണ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഒരു അപ്ഡേഷൻ വന്നത്, ബോസയുടെ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ അസൈൻമെന്റ്സ് അറ്റൻഡ് ചെയ്യുക. ഓൺലൈനായിട്ട് അതേ സമയം തന്നെ ഒരു 2 hours നിങ്ങൾക്ക് ടൈം തരുന്നുള്ളൂ പെർ ഡേ. 2 അസൈൻമെന്റ്സ് മാക്സിമം സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമുക്കറിയാം, ഒരു സ്റ്റുഡന്റിന് മാക്സിമം 5 മുതൽ 6 സബ്ജക്ട് വരെയാണുള്ളത്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം മാക്സിമം, ഇപ്പം ഇംഗ്ലീഷും മലയാളം ഈ 2 അസൈൻമെന്റ്സ് ഒരു ദിവസം സബ്മിറ്റ് ചെയ്യാം. അധികമായി വരുന്ന ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ അന്ന് പറ്റില്ല. മാക്സിമം 2 പറ്റത്തുള്ളൂ. അടുത്ത ദിവസം ഒക്ടോബർ 2 നിങ്ങൾക്ക് അടുത്ത 2 സബ്ജക്ട്സ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് അസൈൻമെന്റ്സ് അറ്റൻഡ് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. താഴെ ചാനലിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കയറി ജോയിൻ ചെയ്യാം. ഓക്കെ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് കയറി ജോയിൻ ചെയ്താൽ നമ്മൾ എങ്ങനെയാണ് അസൈൻമെന്റ്സ് അറ്റൻഡ് ചെയ്യാന്നുള്ളതിന്റെ പൂർണ്ണ വീഡിയോ 1 രാവിലെ 11 മണിക്ക് ശേഷം ഇടുന്നതായിരിക്കും. അപ്പം അസൈൻമെന്റ്സിന് വന്ന മാറ്റം എന്ന് പറഞ്ഞല്ലോ ഞാൻ, ഓൺലൈൻ ആയിട്ടാണ് അസൈൻമെന്റ്സ് വരുന്നത്. മുമ്പത്തെ തവണയൊക്കെ ഓൺലൈൻ ആയിരുന്നില്ല. നമ്മൾ എഴുതിയിട്ട് പൂർണ്ണമായിട്ട് എഴുതി A4 ഷീറ്റിൽ എഴുതി അതൊരു PDF ആക്കിയിട്ട് സ്റ്റുഡൻസ് തന്നെ സബ്മിറ്റ് ചെയ്യുന്ന രീതിയായിരുന്നു. ഇപ്പം കുറച്ചും കൂടെ എളുപ്പമായിട്ടുണ്ട് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് ഒരു പെർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ സോർട്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. പക്ഷെ ഇതിനൊരു ഡെഡ് ലൈൻ ഉണ്ട്. മുമ്പൊക്കെ അസൈൻമെന്റ്സിന് ഒരു 10-15 ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു. ടൈമും കുഴപ്പമില്ല, ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് രാത്രി വേണമെങ്കിലോ സബ്മിറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പം മോർണിംഗ് 11 to ഈവനിങ് വരെയുള്ള ടൈമേ ഉള്ളൂ. ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ 6 സബ്ജക്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 3 ദിവസം കൊണ്ട്, 5 സബ്ജക്ട് ആണെങ്കിലും 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം. അതോടൊപ്പം വേറൊരു കാര്യം പറയാനുള്ളത്, സെൽഫ് രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, അതായത് നിങ്ങൾ OTP വെരിഫിക്കേഷൻ, അതിനുള്ള ലിങ്കും വന്നിട്ടുണ്ട്. അതും നിങ്ങൾ 10 തന്നെ ചെയ്യുക. ഒക്ടോബർ 10 അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സെൽഫ് ആയിട്ടുള്ള ഫോൺ OTP രജിസ്ട്രേഷനും കൂടെ ചെയ്യുക. നിർബന്ധമായിട്ട് എല്ലാവരും ഇതും ചെയ്യണം. കാരണം നമ്മളെ അത് കഴിഞ്ഞ് നമുക്ക് പൂജ വിജയദശമി ആ സമയത്തൊക്കെ ലീവ് വരുന്നുണ്ട്. ആ സമയത്ത് വേറെ കാര്യങ്ങളും നടക്കുന്നത്. അതിനുശേഷം 15 നമുക്ക് മോക്ക് ടെസ്റ്റ് വരുന്നുണ്ട്. ഇത്തവണ മോക്ക് ടെസ്റ്റിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, മോക്ക് ടെസ്റ്റ് എക്സാമിനെ കുറിച്ച് ഞാൻ വേറെ ഡീറ്റെയിൽ വീഡിയോ നെക്സ്റ്റ് വരുന്നുണ്ട്, ഉടനെ തന്നെ ഉണ്ടാവും. അപ്പൊ അതിൽ നമുക്ക് മോക്ക് ടെസ്റ്റ്, എക്സാം ടൈം ടേബിൾ എല്ലാം നമുക്ക് വിശദമായി സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഈ അസൈൻമെന്റ്സിന്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഒക്ടോബർ 1 തന്നെ നിങ്ങൾ അലേർട്ടായിട്ട് മാക്സിമം 2 സബ്ജക്ട്സ് അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ, താഴെ നമ്മളെ നമ്പർ ഉണ്ട്, ടെലിഗ്രാം ചാനൽ ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ഇനിയുള്ള അപ്ഡേഷന് വേണ്ടിയിട്ട് പുതിയ സ്റ്റുഡൻസ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ശരി, ബൈ.